തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സീറ്റിനു വേണ്ടിയുള്ള വടംവലി തുടങ്ങിക്കഴിഞ്ഞതാണ്. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും സീറ്റ് നിർണയത്തെ ചൊല്ലി കയ്യാങ്കളി വരെ എത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. പലയിടത്തും കോൺഗ്രസ് പണം വാങ്ങിയാണ് സീറ്റ് കൊടുത്തതെന്നാണ് പ്രീജ സുരേഷിന്റെ ആരോപണം. പിരാരി പഞ്ചായത്തിലെ 15-ാം വാർഡ് കൊടുന്തിരപ്പുള്ളിയിലെ മുൻ മെമ്പറാണ് പ്രീജ. ഇത്തവണ അവർക്ക് സീറ്റ് നൽകിയില്ല. സീറ്റ് നൽകുമെന്ന് നേതൃത്വം ഉറപ്പു കൊടുത്തിരുന്നു. എന്നാൽ അത് നൽകിയതുമില്ല. കൂടാതെ മറ്റൊരാൾക്ക് ആ സീറ്റ് കൊടുത്തു എന്നുമാണ് പ്രീജയുടെ ആരോപണം. ഇതൊരു കച്ചവടത്തിന്റെ ഭാഗമാണെന്നും പേയ്മെന്റ് സീറ്റ് ആണെന്നുമുള്ള ആരോപണമാണ് പ്രീജ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് തന്റെ കൈവശം തെളിവുകളില്ല. ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് എന്നാണ് പ്രീജയുടെ വാദം. DCC പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പ്രസ്താവനകളെല്ലാം നടത്തിയിട്ടുള്ളത്. ഷാഫി പറമ്പിൽ രാഹുലിനെ കൊണ്ടുവന്നതുപോലും ലോബിയുടെ ഭാഗമായിട്ടാണെന്നും കുത്തക മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനാണെന്നും പ്രീജ ആരോപിച്ചു. എന്തായാലും മറ്റൊരു വനിതാ സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രീജയുടെ വിവാദ വെളിപ്പെടുത്തൽ വീഡിയോ കാണാം. എല്ലാവരും വ്യാജൻ എന്ന് പറഞ്ഞു. നമ്മളതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചില്ല. അപ്പൊ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ കുത്തക മുതലാളികൾക്ക് വേണ്ടി മാത്രമാണ്, പ്രത്യേകിച്ച് ഈ കോറി മാഫിയകൾക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരാരി ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടം നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും വോട്ടുകൾ ചേർത്തി അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തു. പക്ഷേ എല്ലാവരും വ്യാജൻ എന്ന് പറഞ്ഞു. നമ്മളതൊന്നും പൂർണ്ണമായി വിശ്വസിച്ചില്ല. അപ്പൊ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല നമ്മൾ വിചാരിക്കുന്നതല്ല അവരൊന്നുള്ളത്. ഈ പാലക്കാട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടം വന്നത് ലോബികളെ നിർത്തിക്കൊണ്ട് ലോബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലക്കാട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ വളർത്താൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. സത്യമാണ്. ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ കുത്തക മുതലാളികൾക്ക് വേണ്ടി മാത്രമാണ്, പ്രത്യേകിച്ച് ഈ കോറി മാഫിയകൾക്ക് വേണ്ടി മാത്രമാണ്. അതാണ് ഇവിടെ നടന്നത്. പാലക്കാട് രാഷ്ട്രീയം ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ മാതിരി സാധാരണപ്പെട്ട അഹോരാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടി പിടിച്ചുകൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നും പോകുന്നത് എന്തിന് എന്നുള്ളൊരു വഴിത്തിരിവിലേക്കാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിനുള്ള മറുപടി എവിടെ നിന്ന് കിട്ടുന്നു പോലും അറിയില്ല. നമ്മളെ സംരക്ഷിക്കേണ്ടവരും തന്നെയാണ് ഈ തങ്കപ്പൻ അവരെ മാതിരിയുള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇവരുടെ ഈ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൽപ്പാത്തി തേര് ലാസ്റ്റ് ദിവസം രാത്രി ഇവരെ എല്ലാവരും കൂടെ ഒത്തുകൂടി എത്ര എമൗണ്ട്, എങ്ങനെ, ഏത് രീതിയിൽ എന്നുള്ളത് ഉറപ്പിച്ചത് അത് തന്നെയാണ്. നാട്ടിൽ മുഴുവൻ പ്രചരണമാണ്. എൻ്റെ വാർഡിൽ മൊത്തം പ്രചരണമാണ്. ഇവർ ഈ വില പേശി ഉറപ്പിച്ച കാര്യം അവരെല്ലാം പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത്. എനിക്ക് അതിൻ്റെ തെളിവ് കാണിച്ചു തരാം. പണം വാങ്ങിച്ചു എന്നുള്ള തെളിവ് എൻ്റെ ഒരു ഫോട്ടോ സഹിതമില്ല. ബാക്കി എല്ലാ ഇതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ പേര് ഒറ്റ പേരായി കൊടുത്തതും ഇവരിവിടെ നടത്തിക്കൊണ്ടുവന്ന ബാക്കി എല്ലാ തെളിവും ഞാനിവിടെ കാണിച്ചു തരാൻ സന്നദ്ധയാണ്.